നമ്മളിങ്ങനെ കിടന്ന് അയ്യോ എനിക്കെങ്ങനെ പറ്റിയല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു 10 വർഷം മുമ്പ് നിങ്ങൾ അനുഭവിച്ച ഒരു പ്രശ്നം നിങ്ങളുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുവാണ്. നിങ്ങൾക്ക് 10 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അമ്മച്ചി പറ്റുമോ? ഇല്ല. ഓർത്തോണ്ടിരിക്കും തോറും നിന്റെ ഉള്ളിൽ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കാർക്കും റീവൈൻഡ് ബട്ടൺ ഇല്ല. നമുക്കൊക്കെ മൊബൈൽ ഫോണിലോ ഏതെങ്കിലും മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ നമുക്ക് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കേൾക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിൽ അല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയേനെ. ആ ചേച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചേനെ. അതായത് ജീവിതത്തിൽ നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം എന്താ? ചെറുപ്പകാലത്തെ സംഭവം തൊട്ട് എണ്ണിപ്പെറുക്കി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പഴയത് അത് തീർന്നു. എന്നാൽ ഈശോയ്ക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവത്തിലെ ഒരു മുറിവ് നിങ്ങളെ ഇന്നും വിഷമിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ മുറിവിനെ കുറിച്ച് ഓർക്കും തോറും ആ മുറിവ് വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ യേശുവിനെ വിളിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയോ? യേശു ആ സംഭവത്തിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് ചെന്ന് ആ മുറിവിനെ സൗഖ്യപ്പെടുത്തും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ. ജീസസ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലേക്ക് ഞാൻ എൻ്റെ യേശുവിനെ വിളിക്കണം. കാരണം യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ സൗഖ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ.